മക്കളെ, നാളെ നിങ്ങൾ കാണാൻ പോകുന്ന ഇംഗ്ലീഷ് പരീക്ഷ പേപ്പർ എങ്ങനെ ഉണ്ടാവുന്നു, അതിൽ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം, എന്തൊക്കെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നാളത്തെ പരീക്ഷയ്ക്ക് പഠനം സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നാളത്തെ പരീക്ഷ പേപ്പർ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരിക്കും. റീഡിംഗ് കോംപ്രിഹെൻഷൻ ഫസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവുക നോൺ പാരഗ്രാഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ച ഒരു ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ചാപ്റ്റർ അറിഞ്ഞില്ലെങ്കിൽ കുറച്ച് പ്രശ്നമായിരിക്കും. നെക്സ്റ്റ് ഉണ്ടാവുക ഒരു നോൺ പോയം ബേസ്ഡ് ആയിരിക്കും. പോയത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പോയം അറിഞ്ഞില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമായിരിക്കും. പോയം പഠിച്ച് തന്നെ പോകണം. എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഗ്രാമർ സെക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഗ്രാമർ സെക്ഷൻ പൊതുവേ ടോട്ടൽ നോക്കാൻ ഒരു 6 മാർക്കൊക്കെ വരുള്ളൂ. അപ്പോൾ ഗ്രാമറിലെ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടാവും. കൊഹെസീവ് ഡിവൈസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടാവുന്നതായിരിക്കും. കണ്ടീഷണൽ, ഇഫ് കണ്ടീഷണൽ അഥവാ ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ടാവുന്നതായിരിക്കും. ആൻഡ് മെയിൻ ആയിട്ടുണ്ടാവും എഡിറ്റിംഗ് ദ പാസേജ്. കാരണം എഡിറ്റിംഗ് ദ പാസേജിലാണ് ഏറ്റവും കൂടുതൽ മാർക്ക് വരിക. എങ്കിൽ പോലും ഗ്രാമർ ടോട്ടൽ 6 മാർക്ക് എക്സ്പെക്ട് ചെയ്യുക. ചില വർഷങ്ങളിലൊക്കെ അത് 8 മാർക്ക് വരെ പോയിട്ടുണ്ടെങ്കിലും 6 to 8 മാർക്കാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. റൈറ്റിംഗ് സെക്ഷൻ ആണ് നെക്സ്റ്റ് നിങ്ങൾ കാണാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻ. കാരണം റൈറ്റിംഗ് സെക്ഷനിൽ എല്ലാം ഉണ്ടാവും. ക്യാരക്ടർ സെക്ഷൻ ഉണ്ടാവും, റൈറ്റ് അപ്പ് ഉണ്ടാവും, ഇന്റർവ്യൂ ക്വസ്റ്റൻസ് ഉണ്ടാവും, പ്രൊഫൈൽ, എക്സ്പ്ലെയിൻ ദ ലൈൻസ് ഓഫ് പോയം ഉണ്ടാവും. അപ്പോൾ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എക്സ്പ്ലെയിൻ ദ ലൈൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ചാപ്റ്റർ പോയം പഠിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നരേഷൻ ഉണ്ടാവും, റൈറ്റ് അപ്പ് ഉണ്ടാവും, പോയം ക്വസ്റ്റൻ ഉണ്ടാവും, ലൈവ് TV റിപ്പോർട്ട് ഉണ്ടാവും, ഇമെയിൽ ഉണ്ടാവും. പിന്നെ ചാപ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആൻസർ വല്ലപ്പോഴും ഉണ്ടാവാറുണ്ട്. ലെറ്റർ ടു ദി എഡിറ്റർ ഉണ്ടാവും, സ്പീച്ച് ഉണ്ടാവും, ക്രിട്ടിക്കൽ അപ്രീസിയേഷൻ ഓഫ് പോയം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്തൊരു പോയത്തിന് ഉണ്ടാവും. പിന്നെ ആർട്ടിക്കിൾ എസ്, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ റൈറ്റിംഗ് സെക്ഷനിൽ വരാൻ പോകുന്നത്. നിങ്ങളുടെ ബൾക്ക് ഓഫ് യുവർ മാർക്സ് 66 മാർക്സ് വരാൻ പോകുന്നത് ഈ റൈറ്റിംഗ് സെക്ഷനിലാണ്. റൈറ്റിംഗ് സെക്ഷൻ നിങ്ങൾ പേടിക്കേണ്ട ഓരോ ആവശ്യമില്ല. കാരണം നിങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാം നിങ്ങൾ 100% പഠിച്ചു പോയില്ലെങ്കിലും നിങ്ങൾക്ക് ഇതിന് മാർക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നാളത്തെ നിങ്ങളുടെ പേപ്പർ ഉണ്ടാവുക. ഇനി സാർ ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കുക, എത്രയും പെട്ടെന്ന് എങ്ങനെ പഠിക്കുക? അതിന് 2 ലൈവുകൾ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ പരീക്ഷയിൽ മുഴുവൻ മാർക്ക് കിട്ടാനുള്ള കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടാവും. അതിൽ ഫസ്റ്റ് ലൈവ് മക്കളെ ഇന്ന് വൈകുന്നേരം നടക്കാൻ പോകുന്ന ലൈവാണ് ഓൾ ചാപ്റ്റേഴ്സ് ആൻഡ് പോയംസ് പ്ലസ് ഡിസ്കോഴ്സസ്. എല്ലാ ചാപ്റ്ററിൻ്റെയും റിവിഷൻ, എല്ലാ പോയത്തിൻ്റെയും റിവിഷൻ, അതുകൂടാതെ ഡിസ്കോഴ്സുകളുടെ റിവിഷൻ. ചാപ്റ്ററും ഡിസ്കോഴ്സ് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ചാപ്റ്റർ ബേസ്ഡ് ആയിരിക്കും എപ്പോഴും ഡിസ്കോഴ്സ് വരിക. അപ്പോൾ ആ കണക്റ്റഡ് ആയിട്ടുള്ള 66 മാർക്ക് മാത്രമല്ല, ഈ 66 പിന്നെ മുകളിൽ കിടക്കുന്ന 4 ചേർത്ത് 74 മാർക്സിന്റെ കണ്ടന്റ് ഇന്ന് വൈകുന്നേരത്തെ ലൈവിൽ നിന്ന് മാത്രമായിരിക്കും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് പഠിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ വൈകുന്നേരം 7 മണിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഞാൻ വലൻ സാർ എടുക്കുന്ന ലൈവിൽ വന്ന് പങ്കെടുക്കുക, കംപ്ലീറ്റ് കാര്യങ്ങൾ പഠിക്കുക. എന്നിട്ട് സാർ രാവിലത്തെ ലൈവിൽ നമുക്ക് ഗ്രാമർ പഠിക്കണ്ടേ, ആ ഗ്രാമറിൽ വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ളൂ, 6 മാർക്കിനേ ഉള്ളൂ. 6 മാർക്ക് എന്ന് പറയുമ്പോൾ തീരെ പഠിക്കാതിരിക്കരുത്. കാരണം റൈറ്റിംഗ് സെക്ഷനിൽ എല്ലാത്തിനും ചോയ്സ് ഉണ്ടാവും, ഓപ്ഷൻ ഉണ്ടാവും. ഇവിടെ ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ പഠിച്ചു തന്നെ പോകണം. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പഠിക്കാവുന്ന ഗ്രാമർ നാളെ രാവിലെയാണ്. നാളെ രാവിലെ മോർണിംഗ് ബൂസ്റ്ററിൽ ഗ്രാമർ മാത്രമല്ല നമ്മൾ പഠിക്കുക, അതിനോടൊപ്പം തന്നെ നമ്മൾ വൈകുന്നേരം, അതായത് ഇന്ന് പഠിക്കുന്ന ഡിസ്കോഴ്സ്, ചാപ്റ്റർ, പോയംസ് ഒന്നും കൂടി നമ്മൾ നാളെ രാവിലെ റിവൈസും കൂടി ചെയ്യുന്നതായിരിക്കും. കാരണം ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് നാളെ രാവിലെ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ആ മോർണിംഗ് ബൂസ്റ്ററിൽ നമുക്ക് അതിന്റെ റിവിഷനും ഗ്രാമറും കൂടെ പഠിച്ചിട്ട് നിങ്ങൾ എക്സാം ഹോളിലേക്ക് കയറിപ്പോയാൽ നിങ്ങൾക്ക് ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒറ്റ കാര്യം ചെയ്യേണ്ടുള്ള ലൈവിൽ വന്നിരിക്കുക. ഓക്കെ, അത് നിങ്ങൾ ചെയ്യാൻ റെഡി ആണെങ്കിൽ മക്കളെ നാളത്തെ പരീക്ഷ നമ്മൾ തകർക്കും. അത് ഫുൾ കോൺഫിഡൻസോടെ നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്. റെഡി സാർ എന്ന് പറഞ്ഞോളൂ. റെഡി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, വൈകുന്നേരത്തെ ലൈവിൽ എല്ലാവരും ഉണ്ടായിരിക്കണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ലൈവിന്റെ കാര്യവും ഈ വീഡിയോ ഒക്കെ എത്തിക്കണം. അതിന് ലൈക്ക് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമന്റും ചെയ്യുക. ഓക്കെ, ലൈവിൽ കാണാം. ബൈ ബൈ, ടേക്ക് കെയർ. നമ്മൾ തകർക്കും.